നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. മോഹൻലാൽ, ഇത് മോഹൻലാലിന്റെ വർഷം. തീർത്തും ഏകപക്ഷീയമായ വിജയം എന്ന് പറയാം. 2025 പൂർണ്ണമായും മോഹൻലാൽ അങ്ങ് എടുത്തു. അതിനകത്ത് സംശയങ്ങളില്ല, തർക്കങ്ങളില്ല. ഒരു ഫാൻസുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയടിയില്ല. കാരണം അത്രയും ഒറ്റയാൻ പോരാട്ടമാണ്. ഒറ്റയാനായിട്ട് തന്നെ കൃത്യമായിട്ട് നിന്ന് കിടിലനായിട്ട് കളിച്ച് ജയിച്ച് വന്ന താരമായി മാറി മോഹൻലാൽ. കാരണം 2019 മോഹൻലാലിന്റെ ഏറ്റവും വലിയൊരു വിജയം ലൂസിഫർ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രമായിരുന്നു ലൂസിഫർ. അത് ഗംഭീര വിജയം നേടി. പിന്നെ നേര്, പിന്നെ കുറച്ച് ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിൽ നേരാണ് മോഹൻലാലിന് ഒരു ആശ്വാസ വിജയം നേടിയത്. എന്നാലും ഒരു മോഹൻലാലിന്റെ ഒരു ആവറേജ് ചിത്രം കേരളത്തിൽ ഏറ്റവും വലിയ വിജയം നേടുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ അല്ലെ, ഉദാഹരണമാണ് നേര്. കാരണം നേര് ഒരു അതിഗംഭീര സിനിമയൊന്നും അല്ലെങ്കിൽ പോലും ആ സിനിമ 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു ബാക്കി ഏതെങ്കിലും താരങ്ങളാണെങ്കിൽ അത് 30-40 കോടിയിൽ അത് ഒതുങ്ങിയാണ്. അന്നേരം ഒരുപാട് മോശം അവസ്ഥയിലൂടെ ഗംഭീര എല്ലാം ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എല്ലാം ഫ്ലോപ്പ് ആകുന്നു. എല്ലാവരും ട്രോളുന്നു. ഇപ്പം മലൈക്കോട്ടെ വാലിബൻ, ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബറോസ്, ഈ സിനിമകളൊക്കെ, കുഞ്ഞാലി മരയ്ക്കാർ, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഫ്ലോപ്പ് ആകുമ്പം മലയാള സിനിമയിൽ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം എഴുതി തള്ളാൻ തുടങ്ങും. ഇനിയും മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞു. മമ്മൂട്ടി, മോഹൻലാൽ ഇങ്ങനെയുള്ളവർക്കുള്ള പ്രത്യേകത, ഒറ്റപ്പടം മതി ഇവർക്ക്. ഒറ്റപ്പടം മതി തിരിച്ചു വരാൻ. അന്നേരം ആ തിരിച്ചുവരവിന് കാത്തിരുന്ന വർഷം 2025 തന്നെയായിരുന്നു. എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് എമ്പുരാനാണ്. കാരണം ലൂസിഫറിന്റെ ഫ്രാഞ്ചൈസിയിൽ വരുന്ന രണ്ടാമത്തെ ചിത്രം പൃഥ്വിരാജ് ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. 2025 മാർച്ചിൽ റിലീസ് ചെയ്ത എമ്പുരാൻ. പക്ഷെ എമ്പുരാൻ കളക്ഷനുകളൊക്കെ താണ്ടിയെങ്കിലും പല രീതിയിലുള്ള ഈ പറഞ്ഞ കോൺട്രവേഴ്സി കൊണ്ട് കളക്ഷൻ വരുത്തുകയും കണ്ടന്റ് വൈസ് ഇല്ലാതെയും ഒക്കെ മുന്നോട്ട് പോവുകയും ചെയ്തെങ്കിലും പോലും മോഹൻലാലിന് ഒരു 200 കോടി എന്ന് പറയുന്ന ബെഞ്ച് മാർക്കിൽ മോഹൻലാൽ എത്തി. അതിന്റെ ക്ഷീണം തീർത്തത് അത് ഒരുപാട് ക്ഷീണം മോഹൻലാൽ ഉണ്ടാക്കി. കാരണം പല രാഷ്ട്രീയമായും മതപരമായും ഒട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്ത മാസം തുടരും, തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും റിലീസ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ഏകപക്ഷീയമായ വിജയം, എല്ലാവർക്കും ഒരേ അഭിപ്രായം നേടി. മോഹൻലാലിന്റെ മാസും ക്ലാസും എല്ലാം ഒത്തുവന്നു. പാട്ടുകളിലുള്ള മോഹൻലാലിന്റെ പാട്ടും അഭിനയിക്കുമ്പോൾ ഉള്ള മോഹൻലാലിന്റെ ആ ഒരു ശൈലി എല്ലാം കൂടെ ഒത്തു വന്നപ്പം ഏറ്റവും മികച്ച വിജയം 245 കോടിയോളം കളക്ട് ചെയ്ത സിനിമയും. അന്നേരം എമ്പുരാൻ 200 കോടി കളക്ട് ചെയ്തെങ്കിലും അതിൻ്റെ ഒരു സ്വീകാര്യത ജനങ്ങളിൽ കിട്ടിയില്ല. പക്ഷെ അതെല്ലാം തീർത്തുകൊണ്ട് തുടരും കിട്ടി. അതിനുശേഷം ഓണത്തിന് ഹൃദയപൂർവ്വം, ആ സിനിമ കുടുംബ പ്രേക്ഷകർക്ക് അത്യാവശ്യം ആസ്വദിക്കാനുള്ള ഒരു വലിയ സിനിമയൊന്നും അല്ല, ഒരു കൊച്ചു സിനിമ തന്നെയാണ്. പക്ഷെ അവിടെയും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹൃദയപൂർവ്വം വരുന്നത് ലോക എന്ന് പറയുന്ന യൂണിവേഴ്സൽ കൺസെപ്റ്റ് ഉള്ളൊരു സിനിമയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു സൂപ്പർ താരമാണെങ്കിൽ പോലും വളരെ മിനിമം കളക്ഷൻ, ഹൃദയപൂർവ്വം വേറെ ഒരാൾ അഭിനയിച്ചെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അഭിപ്രായം കിട്ടി എങ്കിൽ പോലും ഈ പറയുന്ന ഒരു 30 കോടി 40 കോടിക്ക് മുകളിലോട്ട് പോകത്തില്ല. പക്ഷേ ഇവിടെ 75 കോടി രൂപ കളക്ഷൻ നേടുകയും മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലും അല്ലെങ്കിൽ ട്വിറ്ററിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് 100 കോടി പ്ലസ്, അതായത് 75 കോടി തിയേറ്റർ കളക്ഷനും ബിസിനസ് വൈസ് എല്ലാം കൂടെ കൂട്ടി 100 കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം, ഇതിനെല്ലാം ശേഷം ഇതിന്റെ കൂട്ടത്തിൽ മോഹൻലാലിന് സിനിമയുടെ തന്നെ പരമോന്നത ബഹുമതി, മോഹൻലാലിന് പത്മഭൂഷണും കേണൽ പദവിയും പത്മശ്രീ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും കിട്ടുകയും ചെയ്തു. ഇത്തരം അടൂർ ഗോപാലകൃഷ്ണനെയാണ് ആദ്യം മലയാളത്തിന് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഒരു നടന് കിട്ടുന്ന മലയാളത്തിൽ ആദ്യം എന്തായാലും അത് ഒരുപാട് മധുരിക്കുന്നതാണ്. പ്രത്യേകിച്ച് മോഹൻലാലിന് കിട്ടുമ്പം നമ്മൾ മലയാളികളെല്ലാം ശരിക്കും സന്തോഷം കൊണ്ട് തുള്ളിയ. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് ലൈവായിട്ട് കണ്ടത് മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡായിരിക്കും മലയാളികൾ ഏറ്റവും കൂടുതൽ ലൈവ് കണ്ടത്. ഇപ്പം ലൈവിന് ഒരുപാട് പ്രസക്തിയുണ്ട്. അത് ലൈവിൽ മോഹൻലാൽ അങ്ങനെ അവിടെ സ്റ്റേജിൽ അങ്ങനെ പെർഫോം ചെയ്യുന്ന അവിടെ പോയി മേടിക്കുന്നത് കാണാനും ഒക്കെ ഒരുപാട് പേര്. അന്നേരം വിജയരാഘവനും ഈ പറഞ്ഞ പോലെ
രാജാകൃഷ്ണൻ, നമ്മുടെ സൗണ്ട് മിക്സിങ് രാജാകൃഷ്ണൻ ഒക്കെ പോയി അവിടെ മേടിച്ചപ്പോൾ നമുക്കൊക്കെ വളരെ അഭിമാനം തോന്നി. കാരണം ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും മോഹൻലാൽ സ്വന്തമാക്കി. ഇനിയിപ്പം ഒക്ടോബർ, ഇനിയും ഡിസംബറിൽ മോഹൻലാലിന് ഇറങ്ങാൻ പോകുന്ന സിനിമയിൽ ഒന്ന് ഋഷഭ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോളിലുള്ള ഭാ 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 ഭയം ഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ ദിലീപ് വിനീത് ശ്രീനിവാസൻ്റെ ഇതിനകത്തൊരു എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ ചെയ്തു. അന്നേരം ഇവിടെ വരെ നോക്കിയാൽ പോലും, ഇപ്പം ഒക്ടോബർ ആകുന്നു, ഇവിടെ വരെ നോക്കിയാൽ പോലും മോഹൻലാൽ ഒരുപാടടി മുമ്പിലാണ്. പിന്നെയുള്ള നടന്മാരൊന്നും ആ ഭാഗത്ത് പോലുമില്ല. അന്നേരം തീർത്തും 2025 ഇത് അയാളുടെ കാലമല്ലേ എന്ന് പറയുന്നത് പോലെ അയാളുടെ കാലം തന്നെയാണ് 2025. 2026 26 നല്ല നല്ല പ്രോജക്റ്റുകളുണ്ട്. ഇതുപോലെ കൃഷാന്തിൻ്റെ ദൃശ്യം 3 എന്ന് പറയുന്ന മഹാ പ്രോജക്റ്റ്, ബാഹുബലി പ്രൊജക്റ്റാണ്. ചെറിയ ജോർജ് കുട്ടി ചെറിയ കാര്യമല്ല, ക്ലാസിക് ക്രിമിനലാണ്. ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. അന്നേരം അത് അടുത്ത വർഷമാണ് റിലീസ്. കൃഷാന്തിൻ്റെ പടമുണ്ട്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തമിഴും തെലുങ്കും ഹിന്ദിയും ഒക്കെ അടങ്ങുന്ന ഒരുപാട് ഭാഷകളിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അന്നേരം നല്ല നല്ല ചിത്രങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. മോഹൻലാലിൻ്റെ അഭിനയം ചാരുതയും ചേർന്ന കഥാപാത്രങ്ങൾ ഇവിടെ വരട്ടെ. ബോക്സ് ഓഫീസിൽ രാജാവാകുന്ന പോലെ തന്നെ അഭിനയ പ്രാധാന്യമുള്ള മോഹൻലാൽ ഒരുപക്ഷെ തന്മാത്രയിലും ഒക്കെ ചെയ്ത പോലുള്ള കഥാപാത്രങ്ങളുള്ള ബ്ലസിയുടെ പടങ്ങൾ ഒരുങ്ങുന്നു. ചിലപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളുള്ള സിനിമ, ഭ്രമരം പോലുള്ള സിനിമകൾ വരട്ടെ. ഇനിയുള്ള വർഷങ്ങളും നന്നായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നല്ല പടങ്ങൾ മോഹൻലാലിൻ്റെ വീണ്ടും വീണ്ടും വന്ന് കോടികൾ കേൾക്കട്ടെ. ഈ പറഞ്ഞ പോലെ 200 കോടി 300 കോടി 400 കോടി ഇതൊക്കെ മോഹൻലാൽ വെക്കുന്ന ബെഞ്ച് മാർക്കാണ്. അന്നേരം അദ്ദേഹം തന്നെ താണ്ടിപ്പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.